വെറും 10 മിനിറ്റിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കാരമൽ ഓട്സ് പായസം ഉണ്ടാക്കിയെടുക്കാം. ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. കണ്ടാൽ നമുക്കിത് അടപ്രഥമനാണ്, നമ്മുടെ പാലടപ്രഥമല്ല, അതുപോലെ തന്നെ തോന്നും. കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റാട്ടോ. ഏകദേശം നമ്മുടെ പാലടപ്രഥമൻ്റെ ഒരു ടേസ്റ്റ് ആണെങ്കിലും ഇതിനൊരു പ്രത്യേക ഒരു നട്ടി ടേസ്റ്റാണ്. ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക. കാരണം നമ്മുടെ ഓട്സ് വേവുന്ന ഒരു ടൈം ഉണ്ടല്ലോ, അത്രയും ടൈം മാത്രം മതി കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി, പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് ആദ്യം വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പ് മുന്തിരി നിർബന്ധമില്ല കേട്ടോ, വേണമെങ്കിൽ ഇട്ടാൽ മതി. പിന്നെ അതിലേക്ക് ഒരു 2.5 തവി ഓട്സ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഓട്സ് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അത് നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഓട്സ് ഒരുപാടിട്ട് വറക്കണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. അതിനുശേഷം നമുക്കൊന്ന് കാരമൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് നമ്മുടെ പായസത്തിന് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇടുക. അതൊന്ന് ഇതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ കാരമലായിട്ട് വരും. ഞാനിപ്പോൾ ബ്രൗൺ ഷുഗറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വൈറ്റ് ഷുഗർ യൂസ് ചെയ്താലും മതി. എൻ്റെ അടുത്ത് ഞങ്ങൾ അധികം ബ്രൗൺ ഷുഗർ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ആ പഞ്ചസാര എടുത്തത് കേട്ടോ. സാധാരണ പഞ്ചസാര ഇതുപോലെ ഒന്ന് കാരമലാക്കി എടുക്കുക. അതിനുശേഷം അതിലേക്ക് പാലൊഴിച്ചു കൊടുക്കുക. തീ കുറച്ച് വെച്ചിട്ട് വേണം പാലൊഴിക്കാൻ കേട്ടോ, അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും. എന്നിട്ട് ആ പാലൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ഈ കാരമലൈസ് ചെയ്ത പഞ്ചസാര നന്നായിട്ട് അതിൽ ഉരുകി അലിഞ്ഞ് ചേരും. എന്നിട്ട് അതിന് ശേഷം പഞ്ചസാര നോക്കുക മധുരം ഉണ്ടോയെന്ന്, ഇല്ലെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് വറുത്ത് വെച്ച ഓട്സ് ചേർത്ത് കൊടുക്കുക. ഇനി കാര്യങ്ങൾ പെട്ടെന്നാവും കേട്ടോ, കാരണം നമ്മുടെ ഓട്സ് ഉണ്ടല്ലോ അത് പെട്ടെന്ന് വെന്ത് കിട്ടും. ഓട്സ് വേവാൻ ഒരു 5 മിനിറ്റ് പോലും വേണ്ട. അത്രയും ടൈം കൊണ്ട് നമ്മുടെ പായസം റെഡി ആയിട്ട് കിട്ടും കേട്ടോ. കണ്ടോ, ഇതുപോലെ നന്നായിട്ട് കുറുകി കിട്ടും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഏലക്കായ പൊടിച്ചതോ ചതച്ചതോ എന്താ ഉള്ളത് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ ഇടയ്ക്കൊരു നുള്ളു ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി ഉണ്ടല്ലോ അതൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരി നിർബന്ധമല്ല കേട്ടോ, അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. അത്രയും ടേസ്റ്റാണ് ഈ ഒരു പായസത്തിന്. അപ്പോൾ കാണുമ്പോൾ നമുക്ക് കറക്റ്റ് നമ്മുടെ പിങ്ക് പാലടപ്രഥമനില്ലേ അതുപോലെ തന്നെയാണ്. കഴിക്കാനാണെങ്കിലോ ഭയങ്കര നട്ടി ടേസ്റ്റ് ആട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ആക്കി നോക്കുക. വെറും 10 മിനിറ്റ് മതി ഉണ്ടാക്കിയെടുക്കാൻ. ഓണത്തിനൊക്കെ ആരും പായസം ഉണ്ടാക്കിയിട്ട് സമയം കളയണ്ട. ഇത് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ വെറും 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് പായസം റെഡിയായി കിട്ടുകയും ചെയ്യും. ടേസ്റ്റ് ആണെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക. അപ്പോൾ വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.